ഹായ് ഹലോ നമസ്കാരം. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. വിപിൻ എസിൻ്റെ ആദ്യ സിനിമയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ളത് വിപിൻ ദാസാണ്. ജയ ജയ ജയഹേക്ക് ജയഹേ ജയ ജയ ജയഹേ കുറച്ച് പാട പറയാം. അപ്പോൾ അതൊക്കെ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ അങ്കിത് മേനോൻ്റെ ഒരുപാട് സിനിമ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ വോയിസ് ഓഫ് സത്യനാഥനൊക്കെ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ജോൺ കുട്ടി ഒടിയൻ ഒടിയനൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെയും എഡിറ്റർ. അപ്പോൾ അറിയാലോ, ഒരു ക്രൂ ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ഓഫ് കോഴ്സ് അനശ്വരയെ കാണാൻ വേണ്ടി തന്നെയാണ് ഒരുപാട് പേര്, ഞാൻ അടക്കമുള്ള ആളുകൾ ഈ സിനിമയ്ക്ക് പോകുന്നത്. കാരണം അനശ്വര അറിയാലോ, ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടൊരു ആക്ട്രസ്സാണ്. ഇതിലും ഓക്കെയാണ്. ഇതിൻ്റെ അതുപോലെ അസീസ് നെടുമങ്ങാട്, അതുപോലെ തന്നെ നമ്മുടെ നോബി, ബൈജു, അതുപോലെ തന്നെ നമ്മുടെ ജോമോൻ, സിജു വിൽസൺ, ഇവരൊക്കെ ഇതിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ക്രൂ ഇതിൻ്റെ പിന്നിലുണ്ട്. വർക്കൗട്ട് ആവാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. അവർ മല്ലിക സുകുമാരൻ ഇതിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്, പ്രധാനമായിട്ടുള്ള വേഷം. സിനിമയിലേക്ക് വരുമ്പോൾ സാധാരണ ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു തിരുവനന്തപുരം, ഇതിൻ്റെ ഒരു കൾച്ചറിൽ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരമല്ല. കാരണം നമ്മുടെ ഈ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു മരണവീടാണ്. ആ മരണവീട്ടിൽ കണ്ടുവരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ചടങ്ങുകൾ, അതിനെ സംബന്ധിച്ചും ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഒരു കാരണവശാൽ കൂടുതലും തിരുവനന്തപുരം അല്ലെങ്കിൽ ആ ഭാഗത്ത് സംഭവിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് നിർബന്ധങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം റൈറ്ററും ആയിട്ടുള്ള ഈ സംവിധായകൻ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലാങ് എല്ലാം അടിപൊളിയായിട്ട് എല്ലാവരും പിടിച്ചിട്ടുണ്ട്. അനശ്വര ഇടയ്ക്ക് ഒരു നങ്ങ പരിപാടി ഇടയ്ക്ക് ഒരു സൂപ്പർ ശരണിയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം. ബാക്കി അല്ലാതെ എല്ലാം ഓക്കെ ആയിട്ട് അനശ്വര ആ റോളിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അസീസ് ഒരു രക്ഷയില്ല കേട്ടോ. അസീസ്, ഞാൻ ആ ആഭ്യന്തര കുറ്റവാളിക്ക് അദ്ദേഹത്തെ പറഞ്ഞത് വീണ്ടും ഞാൻ അത് തിരുത്തി പറയും. കാരണം ഓരോരോ പെർഫോമൻസ് വരുമ്പോൾ നമ്മളത് മാറ്റി പറഞ്ഞേ പറ്റൂ. അസീസ് രസമായിട്ട് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു ഒരാൾ എത്രമാത്രം ഭംഗിയാക്കാൻ കഴിയും ആ കഥാപാത്രത്തെ അത്രമാത്രം അസീസ് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ ഇങ്ങനൊരു മരണവീടാണ്. ആ മരണവീട്ടിൽ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജാനേവൻ്റെയൊക്കെ ചെറിയൊരു ടച്ച് വന്ന പോലെ ഫീൽ ചെയ്തു പലപ്പോഴും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒന്നും ഈ സിനിമ അത്ര വലിയ ദഹിച്ചില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരുപാട് കോമഡികൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചിരിക്കാൻ പറ്റണ്ടേ, ഒരു ചിരി വരുന്നുണ്ട് കോമഡി പറയുമ്പോൾ. ഒരുപാട് കേട്ടും പറഞ്ഞത്, പ്രത്യേകിച്ച് ജോമോനും സിജുവൊക്കെ ഉള്ള കോമ്പിനേഷനൊക്കെ അത് പിന്നീട് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ കുറച്ച് ആ ഒരു സമയങ്ങളിലൊക്കെ അനശ്വരയുടെ ആയാലും കുറച്ചെങ്കിലും സമാധാനം തന്നിരുന്നത് അസീസാണ്. അസീസിൻ്റെ ഒരു പെർഫോമൻസാണ് വളരെ നീറ്റായിട്ടുള്ള ഒരു പരിപാടി. പിന്നെ മല്ലികയുടെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ സിനിമ ഒരു മരണവീടായി, സെക്കൻഡ് ഹാഫിൽ ഈ സിനിമ ഒരു മരണവീടായി മാറുകയാണ്. ക്ലൈമാക്സോട്ട് അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 40 മിനിറ്റ് ഈ പടം ജോമോൻ തൂക്കിയിട്ട് ഗംഭീരമായിട്ട് പെർഫോം. സിജു വിൽസനൊക്കെ സൈഡായി പോയി. കൊണ്ടുവന്ന സിജു വിൽസൺ സൈഡായി മാറിയിട്ട് ജോമോൻ രസമായിട്ടുള്ള കോമഡികൾ പുള്ളിക്കാരൻ വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഒരുപാട് ചിരി പടർന്നിട്ടുണ്ടായിരുന്നു. ആ രസമായിട്ടുള്ള കോമഡികൾ, കണ്ടൻസ് രസമായിട്ടുണ്ട്. ഒരു മെസ്സേജ് തരുന്ന പടം കൂടിയാണിത്. പ്രത്യേകിച്ച് ഈ ഹൈന്ദവ ആചാരപ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് വളരെ അവിടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവിടെയുള്ള ചില ജാതി മത കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ സിനിമ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജാതി വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സിനിമ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇത് സത്യമായിരിക്കാം. അത് സിനിമ കാണുന്നവർക്ക് അവരുടെ ചിന്ത പോലെ ഇരിക്കും, അവരുടെ അനുഭവം പോലെ ഇരിക്കും, അവരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും ഓരോ സിനിമയുടെ ആസ്വാദനവും. അപ്പോൾ അങ്ങനെ ഈ സിനിമ ജോമോൻ പിന്നീട് ക്ലൈമാക്സിലോട് ഗംഭീരമായിട്ടുള്ള കോമഡി വർക്കൗട്ടായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നോബി ഒരു അടിപൊളി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലൊരുപാട് ഇപ്പോൾ അനശ്വരയുടെ അമ്മയായിട്ടൊരു സ്ത്രീ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ പേരെനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഗംഭീര പെർഫോമൻസ്, ഒരു രക്ഷയില്ല, അന്യായ പെർഫോമൻസാണ്. കോമഡിക്ക് കോമഡി, ഇമോഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഈ പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ജോമോൻ ഞാൻ പറഞ്ഞില്ല, വാടാ രോമാഞ്ചം ഫെയിമായിട്ടുള്ള, ഗുരുവായൂർ അമ്പലം നടയിൽ ഫെയിമായിട്ടുള്ള ജോമോൻ ഈ സിനിമയിൽ തകർത്ത് തരിപ്പണാക്കിയിട്ടുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ ആദ്യമൊക്കെ നമുക്ക് ശരിയൊന്നും വരുന്നില്ല. സിജു വിൽസനെ ഓക്കെ പെർഫോമൻസാണ്. പക്ഷേ അസീസ്, ജോമോൻ, അനശ്വര അവരൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുപോലെ നമ്മുടെ ബൈജു, നമ്മുടെ തിരുവനന്തപുരം ബൈജു പുള്ളിക്കാരതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്, ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള. ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഇനി ഒരുപാട് ഫ്യൂച്ചറിൽ ഒരുപാട് സിനിമകൾ കിട്ടും. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് എല്ലാവർക്കും ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല വേഷം കിട്ടും. അതുപോലെ തന്നെ ഇതിലൊരു റബ്ബർ
തൊഴിലാളിയായിട്ടൊരു പ്രസന്നൻ എന്നുള്ളൊരു ക്യാരക്ടർ ഒരാളുണ്ട്. പുള്ളി പൊടിച്ചടുക്കിയിട്ടുണ്ട്. പുള്ളി ഫസ്റ്റുകളെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും പുള്ളിക്കാരൻ എന്തൊക്കെയോ ഇതിൽ ചെയ്യാനുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് നമ്മൾ വ്ളോഗ് യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് പുതിയ ആയിട്ടുള്ള അപ്കമിങ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഇതിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പുഴു എന്നുള്ള ആ ഒരു അതൊക്കെ ചെയ്യുന്നൊരു പുള്ളിക്കാരതിലൊരു ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചില കോമഡിയൊക്കെ വലിപ്പാണ്, പക്ഷേ എങ്കിലും അതൊന്നും നമ്മൾ അവസാനം കൊണ്ട് ഈ സിനിമ പറയുന്ന മെസ്സേജിലേക്കാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ ഒരു തിരക്കടില്ലാത്തൊരു കയ്യടി സിനിമയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഒരു തിരക്കട് കണ്ടിരിക്കാവുന്ന ഒരു ഫാമിലിക്കൊപ്പം കണ്ടിരിക്കാവുന്ന ഒരു രസമുള്ള സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി വ്യസന സമേതം ബന്ധുമിത്രാദികൾ തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. താങ്ക് യു.